ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സംഗമത്തിൻ്റെ ഒരു കഥ പറയാനാണ്. കരിങ്ങല്ലത്താണി FMHS 92 ബാച്ച് SSLC സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഗമമായി എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും കൂടുതൽ അധ്യാപകരെ പങ്കെടുപ്പിച്ച, ഗുരുനാഥന്മാരെ പങ്കെടുപ്പിച്ച ഒരു സംഗമമായിരുന്നു നടന്നത്. വളരെ കൃത്യതയോടുകൂടെ തന്നെ ആ ഒരു സംഗമം ഏതാണ്ട് 200-ലധികം സഹപാഠികളും 40-ലധികം അധ്യാപകരും അണിനിരന്ന സ്കൂളിൽ നടന്നിട്ടുള്ള FMHS കരിങ്ങല്ലത്താണി ഹൈസ്കൂളിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സംഗമവുമായി ആ ഒരു ചരിത്രം എന്നുള്ളത്, അതിന് ഞങ്ങളും ഭാഗവാക്കായി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കമ്മിറ്റിയുടെ ഒരു ജനറൽ കൺവീനർ എന്നുള്ള നിലക്കാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. പ്രിയ ചെയർമാൻ PT സലാമും അതുപോലെ തന്നെ ട്രഷറർ KT മൊയ്തു അടങ്ങുന്ന ഞങ്ങളുടെ ടീം വളരെ കൃത്യതയോടുകൂടെ തന്നെ നമ്മുടെ ഒരുമിച്ചുള്ള ഒരു പ്രയാണം വളരെ കൃത്യതയോടുകൂടെ തന്നെ അത് ഭംഗിയാക്കി നിർവഹിക്കാൻ കഴിഞ്ഞത് ചാരിതാർത്ഥ്യമുണ്ട്. ഏതായാലും നമ്മളെ ഇതുപോലുള്ള സംഗമങ്ങളൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരൊക്കെ ഏതാണ്ട് 30 വർഷത്തിലപ്പുറമായി നമ്മൾ ആ ഒരു 10ാം ക്ലാസ് കരിങ്ങല്ലത്താണി ഹൈസ്കൂളിൽ നിന്നും വിട പറഞ്ഞിട്ട് വീണ്ടും ഒരു സംഗമത്തിനൊരു വേദി ഒരുങ്ങുമ്പോൾ അത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ദിനമായിരുന്നു എന്നതിൽ തർക്കമില്ല. ഇതുപോലുള്ള വീണ് കിട്ടുന്ന ദിവസങ്ങളൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷങ്ങൾ നൽകുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെയും സഹപാഠികളെയും ഒക്കെ നേരിൽ കാണാനും അതിനുവേണ്ടി ഒരുപാട് സഹപാഠികൾ അഹോരാത്രം കൃത്യതയോടുകൂടെ തന്നെ പ്രവർത്തിച്ചതും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള അധ്യാപകരെ സ്വരുക്കൂട്ടി അവരെ ഇവിടെ എത്തിക്കുന്നതിലൊക്കെ പങ്കുവഹിച്ച ഒരുപാട് സഹപാഠികൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതുപോലുള്ള ജീവിതാനുഭവങ്ങൾ അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി കണക്കാക്കുകയാണ്. ഏതായാലും ഇതുപോലുള്ള ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ദിനത്തെ ഇതിലെ കൂട്ടിവെച്ചുകൊണ്ട് ഇവിടെ ഇന്നത്തെ ഈ ഒരു വിഷയം, ഇന്നത്തെ ദിനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇതുപോലുള്ള സംഗമങ്ങൾ മറ്റുള്ളവർക്കൊക്കെ നടത്താൻ അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഇനിയും നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.